ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒരു ദിവസം നമ്മൾ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. ഓടിച്ചു പോകുക. ഇവൻ കൂലി കൊതിച്ചു അവിടെ ചെന്ന് പുള്ളി പ്രവചിച്ചു. പ്രാഗിക്കൊല്ലാൻ ആ കാശ് കൊടുത്ത് ഭരിച്ച. പക്ഷെ പുള്ളി പ്രാഗിയിട്ട് ഒക്കുന്നില്ല. വരുന്നതല്ല അനുഗ്രഹം. പ്രാകാനാ വരുന്നെങ്കിലും വരുന്നതല്ല. പുള്ളി പ്രാകാൻ കയറി കണ്ണടച്ചു. 3 പോയിന്റ് കയറി കണ്ണടച്ചു പ്രാകാനായിട്ട് വന്ന മുടിഞ്ഞു പോകുമെന്ന് പറയാൻ വന്ന പറയാ സൂത്ര യാക്കോബിൽ തിന്മ കാണാൻ. ഇവനൊക്കെ മുടിഞ്ഞു പോകട്ടെന്ന് പറയാനായി വരുന്നു. പക്ഷെ തിരിക്കുക ദൈവം നാവിനെ തിരിച്ചു. യാക്കോബിൽ തിന്മ കാണുവാനല്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനില്ല. രാജകോലാകൾ അവരുടെ നടുവിലുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യാക്കോബിന്റെ ധൂളിയെ ആർ വർണ്ണിക്കും? അവൻ ഇസ്രായേൽ കാലാംശത്തെ ഇതൊക്കെയാ പറയുന്നത്. സ്തോത്രം. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇതൊക്കെയായി പറഞ്ഞു. ശപിക്കാൻ വന്നത് മുഴുവൻ അനുഗ്രഹം എന്ന് പറഞ്ഞ പുള്ളി സുഭാഷിതം ചൊല്ലി എന്നാ വായിച്ച 23-7 എടുക്ക്. 23:7 23:7. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി തുടങ്ങി. സുഭാഷിതം അങ്ങനല്ലേ? ഇനി ഇത് വായിച്ചു, ഇവിടെ വായിച്ചു, അത് വായിച്ചു. അവൻ സുഭാഷിതം അവിടെ സുഭാഷിതം. ഇനി ഇവിടെ വായിച്ചു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറഞ്ഞത് വായിക്കും. അവൻ സുഭാഷിതം ചൊല്ലി. അവൻ 3 ഭാഗത്തും സുഭാഷിതം ചൊല്ലി അല്ല. 23:7 23:18 24:3 അല്ലേ? ഈ 3 ഭാഗത്തും സുഭാഷിതം ചൊല്ലി. സുഭാഷിതം എന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കുന്ന തല്ലതിലേ വരുന്ന ഞാൻ തന്നെ കൊള്ളുകയല്ല, എല്ലാവർക്കും വീതിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഈ 3 ഭാഗത്തും സുഭാഷിതം എന്ന് പറഞ്ഞ നല്ല കാര്യമാണ്. സുഭാഷിതം നല്ല കാര്യമാണ്. തിന്മ കൂടെ ഉണ്ട്. കഷ്ടത ദർശിപ്പാനില്ല. ആഭിചാര യാക്കോബിന് പറ്റത്തില്ല. ലക്ഷണമിത്തീസിനോട് ഫലിക്കത്തില്ല. നിന്റെ ദൈവമായ യഹോവയോട് കൂടെ ഇരിക്കുന്നു. ചന്ദന വൃക്ഷം പോലിരിക്കുന്നു. ജലാന്തികയുള്ള ദേവതാരി. നല്ല കാര്യം. സുഭാഷിതം നല്ല കാര്യമെല്ലാം പറഞ്ഞു പോയപ്പം ഈ കാശ് കൊടുത്ത ആരാക്ക് പറഞ്ഞു, അച്ചായനെ വിളിപ്പിച്ചത് ഇവനെ എല്ലാം രാഗി കൊന്നാണ്. പക്ഷെ അച്ചായൻ ഇവരെയല്ല. ഇന്നത്തെ ശുശ്രൂഷ എന്നാന്നറിയാൻ മേല ജോലിക്കുട്ടി എല്ലാം തെറ്റുക. ഞാനിങ്ങനൊന്നും ശുശ്രൂഷിക്കാനല്ല വന്നത്. പക്ഷെ ഇങ്ങനെ വരിക ദൈവത്തിന്റെ മഹത്വം. അപ്പം അച്ഛാ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലല്ലോ. എനിക്കും അറിയാൻ മേല അന്തരീക്ഷം മാറുന്നത്. ഈ നല്ല കാര്യം പറഞ്ഞു പുള്ളി പോകാൻ നേരത്ത് ഒരു പൂള് വെച്ചു. അതാ ബിലിയാമിന്റെ വഞ്ചന. പോകാൻ നേരത്ത് ഒരു പൂള്. ആ പൂള് വായിച്ച് ഇത് 24 അല്ലേ? അപ്പത്തെ ഇവിടെ 23 വായിച്ചു. പിന്നെ അവൻ ഈ സുഭാഷിതം നന്നായിട്ട് മൈക്ക് കൂടെ നന്നായിട്ടൊന്ന് വായിച്ച വിഷയം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയട്ടെ. വായന കേൾക്കുമ്പോ അറിയാം. പിന്നെ അവൻ ഈ സുഭാഷിതം അങ്ങനെ വായിക്കുന്നത്. മറ്റു 3 വാക്യത്തിൽ സുഭാഷിതം ചൊല്ലി നല്ല കാര്യമെല്ലാം പറഞ്ഞു പൊള്ളി പോകാൻ നേരത്ത് പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിയത്. നന്നായിട്ട് വായിക്കാൻ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. അങ്ങനെ വായിക്കാം. പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. അത് മതി. മറ്റു 3 വാക്യത്തിലും സുഭാഷിതം ചൊല്ലി. ദൈവനാശൻ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ആശയം. 3 വാക്യത്തിൽ സുഭാഷിതം ബാബുച്ചാന് പിടികിട്ടിയല്ലോ. അവന് സുഭാഷിതം ചൊല്ലി പോകുന്ന പോക്കിന് അവൻ ഈ സുഭാഷിതം. അത് അവന്റെ
മറ്റു 3 ഭാഗത്തും ദൈവം കൊടുത്തതാണ്. ഒടുവിൽ പറഞ്ഞത് അവന്റെതാണല്ലോ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെതൊന്നും ഇതിനകത്ത് ഇറക്കരുത്. ഇത് പത്യവചനമാണ്, ഇത് സത്യവചനമാണ്, ഇത് ദൈവവചനമാണ്. ഇതിനെ മാറ്റുക കോട്ടുക നിന്റെ ഇഷ്ടത്തിന്, നിന്റെ കുടുംബത്തിന്റെ ഇഷ്ടത്തിന്, നിന്റെ അവയുടെ ഇഷ്ടത്തിന് വന്നും ഇത് മാറ്റിക്കോട്ടുന്നതല്ല ദൈവത്തിന്റെ വചനം. ഇതിന്റെ ഒറിജിനൽ പകർപ്പ് അവിടെ ഇരിപ്പുണ്ടെന്ന്. ഇത് വെച്ചാൽ എന്നെ നിന്നെ ന്യായം വിധിക്കുന്നത്. ക്രിസ്തന്റെ മുൻപിൽ നിന്ന് ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തന്റെ മുൻപിൽ നിന്ന് ന്യായം പറഞ്ഞിടുവാൻ പാപിച്ചോപ്പന്മാരും മെത്രമാരച്ചന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളു മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറത്തള്ളു. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുതി ഞാൻ നിങ്ങളെ അറിയുന്നില്ല. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുതി ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം സകല എണ്ണം ചെല്ലുമെന്ന്. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും മർത്തോമ യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ, TPM, ആയിക്കോട്ടെ, നെയ്യേലെ ബനിയേലെ അന്തർദേശീയം അങ്ങനെയുള്ളത് ഇൻഡിപെൻഡന്റ് സകല. അതാ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുമ്പോ സകല കേസ് ഇതിനകത്ത്. ഇനി നിങ്ങൾ വായിക്കും. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും നിന്നിടും നേരം ന്യായം വിധിച്ചു തള്ളു മഹാദൈവം. അവിടെ നേരമില്ല. ദൈവത്തിന് മഹത്വം. ഇവൻ പോകാമെടുത്ത് ഒപ്പിച്ച പൂള. പിന്നെ ഈ സുഭാഷിതം അവൻ പറഞ്ഞു, വേർപാടൊന്നും വേണ്ട, വേർപാടൊന്നും. ഇച്ചിരി കുടിക്കാം, ഇച്ചിരി ആടാം, ഇച്ചിരി ഇടാം, ഇച്ചിരി തേക്കാം, ഇച്ചിരി വടിക്കാം, ഇച്ചിരി ചെരയ്ക്കാം, പിന്നെ ഇച്ചിരി ഇടാം, ഇച്ചിരി. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? അത് മതി. ദൈവത്തിന് മഹത്വം. അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൺട്രോള്. വലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചുണ്ട് കണ്ടമാനം കറക്കുകയും ചെയ്യരുത്, മൊത്തം വായിക്കരുത്. ഓയിക്കുട്ടിയും കൂടെ പകുതി 2 പോകൻ ഓയിക്കുട്ടിക്ക് 3 എണ്ണം വേവിച്ചാൽ. ദൈവത്തിന് മഹത്വം. വേർപാടൊന്നും വേണ്ടെന്ന്. ഇതാ ബിലിയാമിന്റെ ഉപദേശം, വഞ്ചന. പിന്നെ അവൻ ഈ സുഭാഷിതം ഞാനെല്ലാം വിവരിക്കുന്നില്ല. എനിക്ക് അവിടെയൊക്കെ നിന്ന് നന്നായിട്ട് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഞാനങ്ങ് പോവുക. ദൈവത്തിന് മഹത്വം. ഒന്ന് കൈയിന്റെ വഴി. ഇത് എന്നെ കൊണ്ട് ഇതൊക്കെ നോക്കൂ. ബിലിയാമിന്റെ വഞ്ചന, വേർപാടൊന്നും വേണ്ട. പിന്നെ അടുത്ത കക്ഷികളാ കോരകിന്റെ. എനിക്ക് കസേര കിട്ടണം. ഓവർസീറുടെ കസാര, സൂപ്രണ്ടിന്റെ കസാര, ഇന്ത്യൻ പെന്തിക്കോസിലെ കസാര. IPC ആണോ ഏരിയാണോ ഏതായാലും ആയിക്കോട്ടെ, മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരാ പറയുന്നത്. ദൈവത്തിന് മഹത്വം. കോരകന്റെ മത്സരം.
ദാതാനും അബീരാമും ബേരത്തിന്റെ മക്കളും രൂബേൻ ഗോത്രത്തിൽ പ്രഭുന്മാരും എല്ലാം കൂടെ മോശയ്ക്ക് പകരവനും വിരോധമായി കൂട്ടം കൂടിയെന്ന് രഹസ്യ കമ്മിറ്റി. ദൈവത്തിന്റെ മകത. അത് 3 കാര്യം ഞാൻ വിവരിക്കാം. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതെല്ലാം അങ്ങ് വിടുക. അപ്പൊ ഈ 3ന്റെ കണക്ക് യൂദയുടെ ലേഖനത്തിലുണ്ട്. ഇനി ഓടിച്ചു പോകാം. യൂദയുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യം ക്രമത്താലെ വായിച്ച്. 1-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. സൂക്ഷിച്ചെന്ന് പറഞ്ഞ 6-ാം വാക്യം മുമ്പേ വായിച്ചത് 6. പിന്നത്തേതിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലക്കിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചു. 13-ാം വാക്യം മേലിലേക്ക് ഇത് വായിക്കട്ടെ. 13 ഞാൻ കൊടുക്കാം. വൃക്ഷങ്ങൾ തങ്ങളുടെ വൃക്ഷങ്ങളോ 13 എന്നാ മേല് തന്നെ വായിരുന്നു. ചത്തം വേറിട്ടും പോയ വൃക്ഷങ്ങൾ 13 തങ്ങളുടെ നാണക്കേട് തുറച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്ക് മന്ദതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവിടെ സൂക്ഷിച്ചെന്ന 21-ാം വാക്യം വായിച്ച. 21 നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്ന 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അപ്പൊ ഈ വാക്യത്തിൽ സൂക്ഷിച്ചെന്ന പദമാണ്. 1-ാം വാക്യം, 6-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യം. ഇവിടെ എല്ലാം സൂക്ഷിക്കണം. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. നന്നായിട്ട് സൂക്ഷിച്ചോണം. സഭയ്ക്കകത്ത് വരുന്നത് ആരാന്ന് സൂക്ഷിച്ചോണം. അടുത്തിരിക്കുന്നവൻ ആരാന്ന് സൂക്ഷിച്ചോണം. പഴമക്കാര് പറയുന്നത് കടമെടുത്ത് പറയുക, വെളുത്തതെല്ലാം പാലെല്ലാം മിന്നുന്നതെല്ലാം മീശ പിടിച്ചു വരുന്നതെല്ലാം ഉപദേശിയല്ല, കമ്മലുമാല ഊരി വരുന്നതെല്ലാം ബെന്തിക്കോസ് അല്ല. അല്ല, തള്ളയ്ക്കുമില്ലായിരുന്നു. അപ്പൊ ഒരു കാര്യം പറയാ, കമലമാല ഊരിയതുകൊണ്ടല്ല, മീശ പിടിച്ചതല്ല, നന്നായിട്ട് വിവേചിച്ചോണം. അപ്പൊ സൂക്ഷിക്കണം. ആണ്ട് വിവരിക്കുന്നില്ല, ഓടിച്ചു സൂക്ഷിക്കുക. ഇതിലെ പ്രധാന പദമാണ് സൂക്ഷിക്കുക. വളരെ ഈടുത്ത ലേഖനമാ യൂദയുടെ ലേഖനം. ഒരു കാര്യവും കൂടെ പറഞ്ഞ് എടുത്ത വാക്യത്തിലോട്ട് വരണം. ഈ യൂദയുടെ മനോഭാവം ഞാൻ എല്ലായിടത്തും പറയുന്നതാ. യൂദയുടെ മനോഭാവം, നമ്മുടെ മനോഭാവം കൂടെ ഒന്ന് തുലനം ചെയ്തോണേ. യൂദയുടെ മനോഭാവം, നിങ്ങൾ ആ യൂദയുടെ മനോഭാവം ഒന്നാം വാക്യം വായിച്ചേ. യൂദയുടെ മനോഭാവം. യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ ഈ യൂദ യേശുക്രിസ്തുവിന്റെ ആരാ? സഹോദരൻ. ഞാനോ നിങ്ങളോ വല്ലോ ഈ ലേഖനം എഴുതുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും എഴുതും? നമ്മുടെ പേരെന്നാ? സാബു. സത്യം പറയാവുള്ളൂ. സാബുവ യൂദയുടെ സ്ഥാനത്തെങ്കിൽ ഈ ലേഖനം എഴുതുമ്പോൾ സാബു എങ്ങനെ ആയിരിക്കും എന്ന് പരിചയപ്പെടുന്നത് സത്യമേ പറയാവൂ. അങ്ങനെ പറയുള്ളൂ. യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദ അങ്ങനെ എഴുതുള്ളൂ. കാരണം അടുത്ത സഹോദരനാ. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, ഞാനോ നിങ്ങളോ വല്ലമായി ഈ ലേഖനം എഴുതുന്നെങ്കിൽ നമ്മൾ മിക്കവാറും എഴുതാൻ സാധ്യത ദൈവത്തിന്റെ അനിയനായ യൂദ. യേശുക്രിസ്തു ആരാ? ദൈവം. പൗലോസ് കൊടുത്തിരിക്കുന്ന പദം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. തീത്തോസ് 2:11. പെട്ടെന്ന് വായിച്ചോ. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. വായിക്കുന്നത് നല്ലതല്ലേ? തീത്തോസിനെ കാണാനിട്ടെന്ന് വാക്യമുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു മഹാദൈവമാ. യേശുക്രിസ്തു സത്യദൈവമാ. യേശുക്രിസ്തു നിത്യദൈവമാ. യേശുക്രിസ്തു മാത്രമാ ദൈവം.
ഒരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അവൻ സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടോ, ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു മാത്രമാ ദൈവം. അത് നമ്മുടെ വിഷയമല്ലെങ്കിലും അപ്പൊ യൂദ ഇന്നത്തെ കാലത്ത് ഞാനോ സാബു ബ്രദറോ വല്ലോ സാബു ബ്രദർ അങ്ങനെ എഴുതുകയല്ല, ഞാൻ എഴുതുകാരനെ അങ്ങനെ എഴുതുകൊള്ളു. ദൈവത്തിന്റെ അനിയനായ കുറച്ചുകൂടെ ക്രെഡിറ്റ് അല്ലേ ഇല്ലേ? പിന്നെ ബന്ധം പിടിക്കാൻ നമ്മളെ പോലെ മിടുക്കര്. അയ്യോ, നമ്മൾ ബന്ധം പറയാൻ ഇതാക്കണം. അതാരാ? നിങ്ങളുടെ ഒരു അപ്പുറം താമസിക്കുന്ന ഒരു വലിയ വീടും ചൊല്ലും എൻ്റെ കസിൻ, ഞങ്ങൾ കസിൻസ്. ഒരു ബന്ധവും കാണുകയല്ല, ചുമ്മാ ഇരുന്ന് പറയാം. എൻ്റെ കാരണം ഇച്ചിരി കാശും പുത്തനും ഉള്ളത് കൊണ്ടാണ്. സ്വന്തം അനിയൻ അപ്പുറമുണ്ട്. അതാരാ? പുള്ളി അക്കൗണ്ട് ഇട്ടുണ്ട്, ഇടയ്ക്ക് തരുവില്ല. എന്താ പറയാ, അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതിന്. കാരണം അവന് കാശും പിടിപ്പ് വന്നു. അങ്ങനെ കവി പണ്ട് പറഞ്ഞില്ലയോ, സുഖത്തിലുണ്ടാം സഖിമാർ അനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. കാശും പുത്തനും ഒക്കെ ഉണ്ട്, ബന്ധത്തിന് ആള് വരുന്നു. ആണെന്ന് ഇവിടെ ഈ കാശുമായിട്ട് വച്ചന തുടങ്ങിയപ്പോൾ കൂട്ടുകാരില്ല ഇഷ്ടം പോലെ. അവൻ മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഇല്ല, അവന്റെ പേരും മറന്നു പോയല്ലോ, ഇല്ല കാശ് ഇഷ്ടം പോലെ. അപ്പനോട് പറഞ്ഞ എൻ്റെ ഇങ്ങനെ തരാം. അപ്പൻ അതെല്ലാം കൊടുത്തു. ഇവന് അതുമായിട്ട് ഇറങ്ങിയപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവൻ്റെ കാശുണ്ടെന്ന്. ഈച്ച കൂടുമ്പോലെല്ലാം കൂടി സ്തോത്രം. പിന്നെ അവനെ അങ്കിളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്കിള് ഒരു സാറേന്ന് വിളിക്കുമ്പോൾ ഇവനങ്ങ് കളന്ന്. ഇവന് ഇന്ന് വരെ ആരും സാറേന്ന് വിളിച്ചതൊക്കെ വേറെ. അതെനിക്ക് പോകുന്ന മൈക്കിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ കാശ് കഴിവെന്ന് പോണു. സാറ് ജേക്കബ് സാറ്, സണ്ണി സാറ്, സാബു സാറ്. കാശുള്ളത് കൊണ്ടാ. ഇവരും പിള്ളേരുടെ ഭാഷ പറഞ്ഞ കാശ് വീശി. അവർക്ക് ഇവരുമായിട്ട് പോകുന്നു, കറങ്ങുന്നു. ചില്ലി ചിക്കൻ, ചൈനീസ്. അങ്ങനെ ചോദിച്ചു, നിനക്കെന്തുവാ ഇഷ്ടം? അവൻ പറഞ്ഞു, എനിക്ക് ചൈനീസ്. നിനക്ക് തന്നെ, എനിക്ക് കോണ്ടിനെന്റ്. തെറ്റിയോ? ബ്രദറിന് എനിക്ക് നോർത്ത് ഇന്ത്യൻ. വീശുക, കാശ് എത്തിക്കല്ലേ. മൊബൈലും ഒക്കെ ഭയങ്കര ഗെയിമാണ്. കുറച്ചു കഴിഞ്ഞപ്പോ കയ്യിലിരുന്ന കാശല്ല, കാശ് തീർന്നപ്പം കൂട്ടുകാരാരുമില്ല. പഴയ ഫ്രണ്ടിന് ജോയിക്കുട്ടിയെ വിളിച്ചപ്പോ പരിധിക്ക് പുറത്ത്. തങ്കച്ചൻ സ്വിച്ച് ഓഫ്. ബേബി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സ്തോത്രം. ലില്ലിക്കുട്ടി, നിങ്ങൾ വിളിക്കുന്ന ലില്ലിക്കുട്ടി ഇപ്പോൾ പരിധിക്ക്. മറ്റൊന്നും ലില്ലിക്കുട്ടി അച്ഛ അച്ഛ ഹിന്ദി പറഞ്ഞോണ്ട് വരിക. അച്ഛ ബഹുത്ത് അച്ഛ. എന്തിനായി മാല? തോടാ മാല, മലയാളം മാല. ദൈവത്തിന് മഹത്വം. ഒരുതരമില്ലെന്ന് കൂടെ. കാശും പുത്തനും കൊണ്ട് ആള് കൂടും, ബന്ധവും കൂടും, ശേഷമൊക്കെ കൂടും. അങ്ങനെ ലോകം അങ്ങനെയാണെന്ന്. കാശും പുത്തനുമില്ല, സ്വന്തം അനിയൻ പോലും നിന്നെ ബഹുമാനിക്കത്തില്ല, നിന്റെ സഹോദരങ്ങൾ പോലും. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ദൈവത്തിന് മഹത്വം. അപ്പൊ യൂദ എഴുതിയപ്പോ യൂദയുടെ മനോഭാവം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്നുള്ളത് സെർവന്റ് എന്നുള്ള ആശയമല്ല, അടിമ.
ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിമയാണ്. സെർവന്റിന് ശമ്പളമുണ്ട്, മണിക്കൂർ ടൈമിൽ ഇന്ന ടൈമുണ്ട്, 8-ന് വരിക 5-ന് പോവുക. സെർവന്റിന് മാസ ശമ്പളം അല്ലെ ആഴ്ച കൊടുത്തില്ല, ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരോടെല്ലാം പറ അയാൾ ഒന്നും തരാത്തവനാ ഇതുപോലൊരു ഡാഷ് പറ. പക്ഷെ അടിമ അങ്ങനല്ല. അടിമയ്ക്ക് ശമ്പളമൊന്നുമില്ല, സമയമൊന്നും തെറ്റിച്ചിട്ടില്ല. എന്നും യജമാനനാ പ്രതീക്ഷ, യജമാനന്റെ നോട്ടം, യജമാനന്റെ ചിന്ത, യജമാനന്റെ നടപ്പ്, യജമാനന്റെ മുഖഭാവം എല്ലാം ശ്രദ്ധിച്ചും വീക്ഷിച്ചും ഞാൻ നിങ്ങൾ യേശുവിന്റെ അടിമയാണ്. ശമ്പളമല്ല അടിമയാണ്. ഇതാ മനോഭാവം. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ആ ഭാഗം വിടാം. രണ്ടാമത്തെ ആ മനോഭാവം 3-ാം വാക്യം വായിച്ചത്. മനോഭാവം വായിക്കാം 3-ാം വാക്യം. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ. തെറ്റിയില്ലെങ്കിലും നല്ല രീതി വായിച്ചു. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള അവിടെ നിർത്തരുതെന്ന്. നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും വിശുദ്ധന്മാർ നിൽക്കുന്നേരി. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാദീപ് പണ്ട് തന്നെ എഴുതിയിരുന്നതാണ്. എല്ലായിടത്തും പറയാൻ നേരമില്ല. ആ പദം കണ്ടോ? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ മനോഭാവമാണ്. ഒന്നാമത്തെ മനോഭാവം, ഞാൻ യേശു ക്രിസ്തുവിന്റെ ബ്രദറാന്ന് അല്ലെങ്കിൽ അനിയനാന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല, അടിമയാണ്. യേശുവിന്റെ അനിയനേക്കാൾ ഉപരി ഞാൻ യേശുവിന്റെ, അതാ മനോഭാവം. നമ്മളെല്ലാം യേശുവിന്റെ അനിയനും ചേട്ടനും കളിച്ച് നടക്കുക. പക്ഷെ യൂദാ പറഞ്ഞത് ഞാൻ അനിയനെന്നുള്ള പദവിയേക്കാൾ ഇഷ്ടപ്പെടുന്നത് അടിമയെന്നുള്ള പദവി. രണ്ടാമത്തെ മനോഭാവം ഇതാ എന്ന് പറഞ്ഞാൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാർക്കൊരു പ്രത്യേക രക്ഷയും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ. അല്ലല്ലല്ല, കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് ഒരൊറ്റ രക്ഷ. അത് യേശുവിൽ കൂടി മാത്രം, മറ്റൊരുത്തലിനും രക്ഷയില്ല. എന്താ മനോഭാവമാണ്. ഇപ്പൊ ഈ പെന്തക്കോസ്തിലും എല്ലാം കുടുംബയോഗം വേവിച്ചാൽ എന്ത് ചെയ്യും? കുടുംബയോഗത്തിന് പോയിരിക്കാം. അവിടെ പോയി ഇണച്ചാന്നും പറഞ്ഞിരിക്കുക. എങ്ങനെയാടാ ചുമ്മാ നിർത്തട്ടെ, പോട്ടെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ പോട്ടെ. എടാ, ഇതെല്ലാം വിട്ടേച്ചല്ലേ ഇറങ്ങിയതേ കർത്താവും. ഇപ്പൊ 10 പുത്തനായി പിള്ളേർ അമേരിക്കയിലും കാനഡയിലും പോയി ആ കാക്കക്കേടും പുള്ളുകേടും എല്ലാം മാറി. പണ്ട് കുടുംബക്കാർ തന്നെ ഇറക്കി വിട്ടതാ. പെന്തിക്കോസിൽ പോയത് കൊണ്ട് പെന്തിക്കോസ്. ഇപ്പൊ പമ്മി അങ്ങോട്ട്. ഞങ്ങൾ പ്രാവിണ കുടുംബയോഗം കളിയിച്ച് ഞങ്ങൾ പറങ്കാമൂട്ടി എന്നാ പമ്മെന്ന്. ഹലോ, പുകടാനുണ്ട് കാൽവരി ക്രൂശിലാണ്. അല്ല, ഇതിനിടയ്ക്ക് ഈ കുടുംബ മഹിമ പറയാൻ ആൾക്കാരുണ്ട് ബന്ധുക്കോസിലും. കൊണ്ട അമ്മ ഞങ്ങൾ കുടുംബമാണ്. അവരോ മറ്റേ മറുഭാഷ പറയുന്ന നീ ആണോ പറയുന്നത് മറ്റേതെന്ന്? സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. സ്ഥലത്ത് ചെന്നപ്പോ ചോദിച്ചോ അവര് നിങ്ങളുടെ സഭയിലാണോ? എന്നോട് പറഞ്ഞത് അതുപോലെ ഞാൻ പറയാം. എന്നോട് പറയാം, ഓ അതേ മരക്കാന്മാരാണ്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. അവസാനം വെള്ളം പൊങ്ങി കള്ളിത്തള്ള വെള്ളത്തിൽ മുങ്ങി ചാരാറായപ്പം ഇവരാരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരങ്ങളാ വള്ളവുമായിട്ട് വന്ന് ഈ പൊന്നിത്തള്ളെ പൊക്കി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കുടുംബക്കാരെല്ലാരും എന്തിയെ? ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലിയാണ്. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? അരിസ്റ്റോക്രാറ്റ് തെറ്റിയോ? അതിന് പിന്നെ അമ്മാമ്മ റിപ്പീറ്റ് ചെയ്തത്.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. യൂദ പറയുന്നത് ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം കൂടെ പ്രത്യേക രക്ഷയല്ല. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ ഞങ്ങൾ കുടുംബക്കാര്, ഞങ്ങൾക്കെല്ലാം പ്രത്യേക രക്ഷയും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ. അല്ലല്ലല്ല, കുടുംബത്തിലുള്ള ഞങ്ങൾക്കും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്കുമെല്ലാം ഒറ്റ രക്ഷയേ ഉള്ളൂ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ ക്രിയകൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും നീ രക്ഷപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശു മാത്രമാണ് രക്ഷകൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറയുക. മന്നമേ ഇകത്തിലുണ്ടോ പറയുക. പരിശുദ്ധ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മന്നമേ മകത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറയുക. മന്നമേ ഇകത്തിലുണ്ടോ പറയുക. ഏക രക്ഷകൻ യേശു ക്രിസ്തു, ഏക നായകൻ യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഏക പരിശുദ്ധൻ യേശു ക്രിസ്തു. ദൈവം ഒരുവനേ ഉള്ളൂ. അവ ശ്രദ്ധിക്കുക, യൂദയുടെ മനോഭാവമാ ദൈവത്തിന് മഹത്വം. ഞാൻ യേശുവിന്റെ അനിയനെന്നും ഇഷ്ടപ്പെടുന്നില്ല, അടിമയാണ്. രണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം രക്ഷ ഒന്ന്. ഇനി എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തി പെട്ടെന്ന് അങ്ങ് നിർത്താം. 14-15 ഒന്നുകൂടെ വായിര്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഏഴാമൻ ഹാനോക്ക്. ഞാൻ എപ്പോഴും പറയും ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാരണം എന്തിനാ അപ്പോ ഏഴാമൻ ഹാനോക്ക്. ഏഴാമൻ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ പല ഹാനോക്കുണ്ട്. എത്ര ഉണ്ട്? ഈ വേദപുസ്തകത്തിൽ പല ഹാനോക്കുണ്ട്. ഈ യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യത്തിൽ ഏഴാമൻ ഹാനോക്ക്. ഏഴാമൻ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ആദാം മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ, ഹാനോക്ക്. അതാ ഏഴാമൻ ഹാനോക്ക്. എന്നാൽ ഒരു മൂന്നാമൻ ഹാനോക്കുണ്ട്. വായിച്ച ഉൽപ്പത്തി 4:16 മുതൽ വായിര്. ഉൽപ്പത്തി 4:16. അങ്ങനെ കയ്യിൽ അവിടെ നിന്ന് പുറപ്പെട്ട് ഏതിന് കിടക്കി നോടുകാശത്തിൽ പാർത്തു. കയ്യിൽ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞതാ. ഞാൻ നിർത്തിയിട്ട് നല്ല വായിക്കും. ആയിക്കോട്ടെ, എനിക്കെതിരില്ല. ഞാൻ പറഞ്ഞത് വായിക്കും. അടുത്തത് അതൊക്കെ ഞാൻ വായിക്കണം. അവള് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചെന്ന അത് വായിച്ചാൽ മതി. നിങ്ങൾ ചരിത്രമെല്ലാം കൂടി കണ്ടുപിടിച്ചു മതി. അയ്യോ മതിയെന്ന് ഒന്ന് ഗർഭം ധരിച്ചാൽ മതി. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അതാ ഗർഭം ധരിച്ച്. അപ്പൊ ഇത് ഏത് ഹാനോക്ക? ഇത് കയീന്റെ മകൻ ഹാനോക്ക്. അപ്പൊ ഏതാ കയീൻ, ഹാനോക്ക്. ഇത് മൂന്നാമൻ ഹാനോക്ക്. മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടോ? യൂദാ
പറഞ്ഞിരിക്കുന്നത് ഏഴാമൻ ഹാനോക്ക്. അത് ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹല്, യാരദ്, ഹാനോക്ക്. അത് 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4-ന്റെ ഓടി ഈ കണ്ണിക വായിക്കും. ഏതാണ് കൈ എന്റെ ചൂണ്ടുവരലേക്ക് നടന്നായിരുന്നു. ആദാമിന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ആ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. കയ്യിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിന് മകൻ ജനിച്ചു. അവന് ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള അപ്പം ആദാം, ശേത്ത്, ഏനോശ്. ഈ ഭാഗം ഇങ്ങോട്ട് വായിക്കുമ്പോൾ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹല്, യാരദ്, ഹാനോക്ക്. ഇവിടെ 21 ഹാനോക്കല്ലേ? ഹാനോക്കിന് 65 വയസ്സായി. ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് 7-ാമൻ ഹാനോക്ക്. അപ്പോൾ 3-ാമൻ ഹാനോക്ക് കയ്യിന്റെ മകൻ, 7-ാമൻ ഹാനോക്ക് ശേത്തിൽ നിന്നുള്ള വംശം. ഇപ്പൊ എത്ര ഹാനോക്കായി? 2 വേണോ 3 വേണോ? പറ, ഇപ്പൊ തരിക, ഉടനെ തരിക. ഇനി വേറൊരു ഹാനോക്കുണ്ട്. ഈ ഹാനോക്ക് രൂബേൻ ഒരു മകനുണ്ട്. അവന്റെ പേര് ഹാനോക്ക് എന്നാ. അബ്രഹാമിന്റെ മകനാകുന്ന, ഇസ്ഹാക്കിന്റെ മകനാകുന്ന, യാക്കോബിന്റെ 12 പിള്ളേരിൽ മൂത്തവനാകുന്ന രൂബേന്റെ മൂത്ത മകൻ ഹാനോക്ക്. വായിച്ചേ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുക്കും. പെട്ടെന്ന് നമുക്ക് പോകണം. 5-ാം അധ്യായം 1 മുതൽ വായിച്ചേ. പെട്ടെന്ന് വായിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കും. ഇസ്രായേലിന്റെ ആദ്യജാതൻ രൂബേന്റെ പുത്രന്മാർ. അവനല്ലയോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ കിടക്കി അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന്റെ മക്കൾക്ക് കൊടുത്തു. ഇനി അതിന്റെ 3-ാം വാക്യം വായിച്ചേ. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പൊ എത്രയായി? 3 അല്ലേ നമ്മുടെ പേര് പറഞ്ഞേ? ഒന്നുകൂടെ തരാം. 3 വായിട്ടിരിക്കാതെ 4 വായിക്കും. ഇനി ഒരു ഹാനോക്കിലൂടെ തരാം. 4. അബ്രഹാമിന്റെ ആ സന്തതിയെ പറ്റി പഠിക്കുമ്പോൾ ഹാഗറിൽ കൂടി തലമുറ കണ്ട ഇസ്മായേൽ, സാറായിൽ കൂടി ജനിച്ചത് ഇസഹാക്ക്. അബ്രഹാമിന് വേറൊരു ഭാര്യ എന്ന പുസ്തകത്തിൽ വായിക്കും കെതൂറായിക്ക് 5-6 പിള്ളേരുള്ളത്. 4-ാമത്തവൻ മിദ്യാന്റെ 4-5 പിള്ളേരിൽ 3-ാമത്തവൻ ഹാനോക്ക്. വായില് ഉൽപ്പത്തി 25-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന് സമയം പോകുന്നു. അബ്രഹാമിന്റെ വേറൊരു ഭാര്യയാണ് കെതൂറ. മിദ്യാൻ 4-ാമത്തവനാ. ഇനി താരം മിദ്യാന്റെ പുത്രന്മാരെന്ന് വായിച്ചേ. ഇവിടെ മിദ്യാന്റെ പുത്രന്മാർ. ആരൊന്നും വേണ്ടത്? മിദ്യാന്റെ പുത്രന്മാർ. 4-ാം വാക്യമല്ലേ? പുള്ളിക്കാരിക്ക് ഒരു വിടവ് കൊടുക്കട്ടെ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. നന്നായിട്ട് വായിച്ചേ. നന്നായിട്ട് വായിച്ചേ. മിദ്യാന്റെ ഒരുത്തനെ എന്തിനാ കളഞ്ഞു? മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. ഒന്നുകൂടെ വായിച്ചേ. തെറ്റിയിട്ടില്ലെന്ന് വായിക്കാൻ. ഹാനോക്ക് അപ്പൊ ഇവിടെ ഒരു ഹാനോക്കിനെ കണ്ടു. മിദ്യാന്റെ മകൻ ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? അപ്പൊ പല ഹാനോക്ക് വേദപുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാ യൂദ ക്ലിയർ ആക്കിയത് 7-ാമനായ ഹാനോക്ക്. അപ്പോൾ 14-ാം വാക്യത്തിൽ യൂദ 14 ഒന്നുകൂടെ വായിച്ചോ. യൂദ 14 ഓടിച്ചു നിർത്താം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപകൃതിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിട്ടൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നെന്ന് പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് യൂദ രേഖപ്പെടുത്തി. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? ഈ ഭാഗമൊക്കെ നിന്ന് വേറെ വാക്യങ്ങളും ചേർത്ത് ഓർത്തിണക്കി തത്തുല്യമായ പാട്ടുമൊക്കെ പാടി അതെന്റെ ശൈലിയിലാ പറയുക പതിവ്. ഇന്ന് സമയം അതിക്രമിച്ചത് കൊണ്ട് പെട്ടെന്ന് ആ കാര്യം മാത്രം പറഞ്ഞ് അങ്ങ് നിർത്തുക. അതിലെ നിങ്ങൾ പറയും വായിച്ചെന്നേ ഉള്ളു, പുള്ളിയൊന്നും പറഞ്ഞില്ല. അതിന്റെ സംഭവം ഹാനോക്ക് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചത് പ്രധാനമായിട്ട് 2 കാര്യമാണ് പ്രവചിച്ചത്. ഒന്ന്, ഒരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. അതാ ഒന്ന് പ്രവചിച്ചത്, വെള്ളപ്പൊക്കം.
എന്ന് പറഞ്ഞാൽ ഹാനോക്കിന്റെ ആ കൊച്ചുമകന്റെ മകന്റെ കാലത്ത് വരാൻ പോകുന്ന വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഹാനോക്കിന് മകൻ ജനിച്ചു. വായിച്ചേ ഇതാ കർത്താവിൻ അല്ലല്ല, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലല്ലയോ? എന്ന് വായിച്ച് സമയം പോകുന്നു. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. അതൊന്നും വായിക്കണ്ടെന്ന്. ഹാനോക്കിനെ പറ്റി 21 ഹാനോക്കിന് 65 വയസ്സായി. അങ്ങോട്ട് വായിക്കി കൊടുക്കും ഇനി. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശേലയെ ജനിപ്പിച്ചു. അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ അവൻ മെഥൂശാലേഖനെ ജനിപ്പിച്ചു. മെഥൂശാലേഖ് എന്ന വാക്കിന്റെ ഒരർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. വേറെ പഠിതാക്കൾ അങ്ങനെയോ ഭാവിച്ച എന്ന് പറഞ്ഞാൽ മെഥൂശയിലേക്ക് ജനിച്ചപ്പോൾ ഹാനോക്ക് ഒരു വെളിപ്പാട് കണ്ടെന്ന ഒരു ഭീകരമായ വെള്ളപ്പൊക്കം വരുന്നു. ആ വെള്ളപ്പൊക്കം ആത്മാവിൽ കണ്ടു. മെഥൂശാലേക്ക് ജനിച്ചു. പേരിട്ടു മെഥൂശാലേക്ക് എന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പൊക്കം ഇവന്റെ കാലത്തിന് ശേഷം. വെള്ളപ്പൊക്കം ആരുടെ കാലത്തായിരുന്നു? ഉറക്കെ പറ. നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പോ? 600. മെഥൂശാലേക്ക് എത്ര കൊല്ലം ജീവിച്ചിരുന്നു? 969. ഹാനോക്കിന്റെ എത്രാമത്തെ വയസ്സിലാണ് മെഥൂശലേക്ക് ജനിക്കുന്നത്? വായിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥൂശലേക്ക് ജനിപ്പിച്ചു. ഈ മെഥൂശലേഖിന്റെ എത്രാമത്തെ വയസ്സിലാ ലാമേക്ക് ജനിക്കുന്നത്? വായിക്കും. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടി നടന്നു. അതൊക്കെ നടന്നോട്ടെന്ന്. കൊച്ചി ജനിച്ചത് എത്ര വർഷമാണ്? മെഥൂശലേഖിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. 187. ലാമേക്കിന്റെ എത്രാമത്തെ വയസ്സിലാണ് നോഹ ജനിക്കുന്നത്? ലാമേക്കിന് 112 വയസ്സായപ്പോൾ 182 വയസ്സായപ്പോൾ അവനൊരു വല്ല മേടിച്ചതാണോ അതോ വായിച്ചു ലാമേക്കിന് 112 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. 152 വയസ്സായപ്പോൾ 182. അപ്പൊ ലാമേക്കിന് 182 ആയപ്പോ ആര് ജനിച്ചു? മെഥൂശലേഖന് എത്ര വയസ്സായപ്പോൾ ലാമേക്ക് ജനിച്ചു? 157 വയസ്സായി. മെഥൂശലേഖന് 187. മെഥൂശലേഖന് 187 വയസ്സായപ്പോൾ ലാമേക്ക് ജനിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ നോഹ ജനിച്ചു. നോഹയുടെ കാലത്ത് ആ വെള്ളപ്പൊക്കം നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പോൾ? അപ്പൊ 600 കൂടെ ഈ രണ്ട് പ്രായവും കൂടെ ചേർക്കണം. 187 182. ഇങ്ങോട്ട് നോക്ക്. 187 182 എത്ര മോളെ പഠിക്കുന്നത്? കൂട്ടാൻ പറ്റുമോ? ഇല്ല. കൂട്ടാൻ പറ്റുമോ? 187 182 187 182 7 2 9 8 8 16 4 ചിട്ട് 1 1 1 2 2 1 3. അപ്പൊ 360 369. 187 182 7 2 9 8 8 16 4 ചിട്ട 1 2 1 3 369 കണക്ക് കിട്ടി. നോഹയുടെ 600-ാമത്തെ വയസ്സിൽ വെള്ളപ്പൊക്കം. അപ്പൊ 600 369 969. മെഥൂശലേഖിന്റെ ആയുഷ്കാലം. മെഥൂശലേഖ് മരിച്ചപ്പം വെള്ളപ്പൊക്കമായി. സ്തോത്രം. മെഥൂശലേഖ് മരിച്ചു, വെള്ളപ്പൊക്കം. ഇത് ആത്മാവിൽ ഹാനോക്ക് കണ്ടു. ദൈവമ അന്തം നിന്നും കാണാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം. പാമ്പ് തറ കൂടിയിരിക്കുന്നു, പരുന്ത് വട്ടമിട്ടിങ്ങനെ പറക്കുന്നു. വെട്ടുപോക്ക് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു. കൊമ്പനാന കൊമ്പും കുളിക്കും ഇങ്ങനെ
ചുമ്മാ വിച്ചുമ്പേയും പറയാതെ നീ ദൈവത്തിന് മഹത്വം. ആനോക്ക് ആത്മാവിൽ നിന്ന് കണ്ടു വെള്ളപ്പൊക്കം. രണ്ടാമത് കണ്ടത് വെള്ളപ്പൊക്കം നോഹയുടെ കാലത്താണ്. നോഹ പ്രസംഗിച്ച് ഒറ്റവർക്കും ഗുണപ്പെടുന്നില്ല. അതിന് മുഴുവൻ പ്രസംഗം രാത്രി ചെന്ന് പെട്ടകം പണി. എല്ലാവരും ഒന്നും ഗുണപ്പെട്ടില്ല. പക്ഷെ പുള്ളിയുടെ കുടുംബം ഇതിനകത്ത് കയറി. നോഹ വാദോരാന്ന് പറഞ്ഞപ്പോ പിള്ളേരെല്ലാം പറഞ്ഞു വട്ടാടാന്ന് പറഞ്ഞു. വട്ടാ കളവന് പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറയാം ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാ തോന്നുന്നു. പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? പിള്ളേര് പറയാം ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് ഉറക്കമൊന്നുമില്ലടാ, അതിന്റെ ഇളക്കമാണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 എണ്ണ തേച്ച് കുളിച്ച ചെറുപറ പറയുന്നതും മാറും. കണ്ടമർത്തിരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വീണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം വെള്ളപ്പൊക്കം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിന്. ഇതെല്ലാം കേട്ടിട്ട് നോവയ്ക്കൊരു ദൈവം പറഞ്ഞതല്ലേ, എടാ വെള്ളം പൊങ്ങുമ്പോവും വെള്ളപ്പൊക്കത്ത് ഞാൻ ഇവനെയെല്ലാം കൊല്ലും, ഇവനെല്ലാം ചാകും. നീ രക്ഷപ്പെടാനൊരു മാർഗം ഒരു പൊട്ടകം 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഏകമാവായനോ 3 തട്ടും പല കോഷ്ടങ്ങളുമായിട്ടൊരു പെട്ടകം സർജരസ ചാന്ത് കൊണ്ടൊക്കെ ക്രമപ്പെടുത്തി വിളിച്ചു പറയണം. വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഓടി വന്ന് ഇതിനകത്ത് കയറണം. ഒറ്റയൊരുത്തം പോലും കയറിയില്ല. അവൻ പുറജാതിയിൽപ്പെട്ടവർ, വെളിയിലുള്ളവര്. പക്ഷെ നോഹയുടെ കുടുംബം ഇതിനകത്തൊക്കെ കയറി. മൊത്തം എത്ര പേരാ? പിന്നെ മറ്റു ജാതികൾ ഇടജാതിയും മൃഗജാതിയും പറവജാതിയും എല്ലാം ഒരു ജാതി മാത്രം കയറിയില്ല. ഏതാ? ഏതാ? പിന്നെ നോഹയും മനുഷ്യജാതിയല്ലേ. ജലജാതി വെള്ളത്തിലുള്ളതിന് ഇങ്ങോട്ട് കയറി വെള്ളം പൊങ്ങാൻ പോകല്ലേ. ജലജാതി മാത്രം അകത്ത് കയറിയില്ല. ബാക്കി മുഴുവൻ ജാതി മനുഷ്യജാതി 8 എണ്ണം. പിന്നെ മൃഗജാതി ഇഴജാതി മുഴുവൻ അതിനകത്ത് കയറി. പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ. ഏതായാലും സമയം പോയി അതുകൂടെ ചൊല്ലാം. നോഹിന്റെ തനകരാം യാപത്തും ഷേമും ഹാമും 3 പേര്. നോഹിന്റെ തനകരാപത്തും ഷേമും ഹാമും മോഹന ഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹും നോഹിന്റെ പക്കനിയും. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടിയാടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പാപ്പച്ചൻ ഇപ്പോഴും ആളകത്തൂടെ നടക്കുക. ഞങ്ങള് പഴയ കുട്ടുമ്പോ പാപ്പാ വെള്ളം പൊങ്ങാൻ പോവുക. പാപ്പച്ചാമിന്റെ പട്ടി പെട്ടകത്ത് കയറി. നീ ഇപ്പോഴും കുടുംബ മഹിമേ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പമ്മി കിടക്കുക. പാപ്പാ നീ വെള്ളം കുടിച്ച് തൊലയുവേ. ഇത് കൂടുതൽ അങ്ങനെ ഇത്രയും പറഞ്ഞാ പോരെ? ഇനിയും പറയണോ? പറയണേ പറയാം. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടിയകത്ത് കയറി. പെട്ടകത്തിനകത്ത് ടൈഗർ അകത്ത് കയറിയുടെ. നീ ഉമ്മ ടൈഗറിന് എല്ലും മേടിച്ചാലെല്ലാം ടൈഗർ പറഞ്ഞ പോടാ പാപ്പാ നിന്റെ എല്ലൊന്നും എനിക്ക് വേണ്ട. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ. മാർജരം പൂജ ഇല്ലേ? ഓടി അവിടെ നിൽക്കണേ. ഇടയ്ക്കിടയ്ക്ക് ആൻസർ തരണം. ഒരു മാർജാരൻ മനം ഊരാത്രിയിൽ തേടി നടക്കുന്ന നിരന്തരരാജ ചാടിക്കറവില്ല. പഠിച്ചിട്ടില്ലേ? മറന്നുപോലെ പരവശനപ്പോൾ മിയാവും. അപ്പോൾ ആ കുക്കുരം പട്ടിയകത്ത് കയറി. പാപ്പച്ചൻ കയറിയിട്ടില്ല. പിന്നെ മാർജരൻ എന്ന് പറഞ്ഞ പൂച്ച. എന്റെ പൂച്ചയാ. എന്തുവാ പേര്? അവിടെ പേര് ഉസ്സി. ഉസ്സി അകത്ത് കയറി. ഇതുവരെ അവളിപ്പോഴും ബിരിയോ മടിച്ച് കണ്ണു മെഴുകി പൊട്ടും തൊട്ട് കുലുസും ജലജാലം പിണ്ടിച്ച. പിന്നെ ലിപ്റ്റിക്കും. അമ്മാമ്മയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടില്ലേ? ഇല്ലേ? അത് മതി. ബ്ലസി നിന്റെ മുസി പെട്ടകത്തിൽ കയറി. ബ്ലസിയെ അവളിപ്പോഴും നടക്കുക തത്തി. ഇതിനകത്ത് മാർജരം കയറിയെന്ന്. വീടിന് കാമം നിൽക്കും കുക്കുരം മാർജരങ്ങൾ. ആടുമാട
കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം ആന കയറി എത്തി അവറാത്തിന് ഇതുവരെ വന്നില്ല. ഉണ്ടെന്ന് വീടിന് കാവൽ നിൽക്കും കുക്കുരന്മാർ, ജനങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ എത്തിയാറിയും കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലിക്കോലവും, ശാർദൂലശീലമാം പുള്ളിപ്പുലിജാലവും, അത്യവർത്തി രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളംപന്നി ഇതിനകത്ത് കയറി പറയുന്നില്ല ഞാൻ. തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളംപന്നി, പള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി ഇതിനകത്ത് കയറി. അറിയാച്ചൻ കയറിയിട്ടില്ല. അറിയാച്ച നിന്നേക്കാളും കറുത്ത കരിമന്തി അകത്ത് കയറി. നീ ഇപ്പോഴും നിൽക്കുക. പിന്നെ ഒത്തിരി ഉണ്ട്. തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോടി, നത്തൊടുവന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും ബോധം പെട്ടകം. അതെ, ഈ ഹാനോക്ക് വെള്ളപ്പൊക്കം ആത്മാവിൽ കണ്ടു. അതാ ഹാനോക്ക് പ്രവചിച്ചത്. ഒരു ഭീകരമായ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. 2,000 വിശുദ്ധന്മാരുമായി യേശു വരുന്നത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഹാനോക്ക് ഇത് കണ്ടേച്ച് പ്രവചനം നടത്തി. വെള്ളപ്പൊക്കം വരാൻ പോവുക. മാത്രമല്ല 1,000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിർത്താതെ ഒക്കുള്ളൂ. യേശു ക്രിസ്തുവിന്റെ 1ാമത്തെ വരവിനെ പറ്റി പോലും അക്കാലത്ത് ആരും അറിയാതെയും കേൾക്കാതെ പറയാതെ ഇരുന്നപ്പോൾ ഹാനോക്ക് യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടമാണ് ആത്മാവിൽ കണ്ടത്. വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. 1ാമത്തെ വരവിനെ പറ്റി പോലും ആരും അറിയാതെ കാണാതെ പ്രവചിക്കാതെ ഇരുന്നപ്പോൾ ഹാനോക്ക് യേശുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടം. 1ാം വരവിൽ വിശുദ്ധന്മാരില്ലല്ലോ, പ്രധാന ദൂതനല്ലേ. 2ാം വരവിൽ ആ വിശുദ്ധന്മാരുമായിട്ട് വെളിപ്പാട് 19:11 ആ തിമോഥെയോസിന്റെ 1ാം ലേഖനം 1ാം അധ്യായത്തിന്റെ 9ഉം 10ഉം വെളിപ്പാട് 1:7 ആ തെസ്സലോനിക്ക ലേഖനം 1:3 13 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ 2ാം വരവിന്റെ 2ാം ഘട്ടമാണ്. ഇത് ആത്മാവിൽ ഹാനോക്ക് കണ്ടു. ഇത് കണ്ടപ്പോ ഹാനോക്ക് ചെറുക്കന് പേരിട്ടു മെതൂശലേത്. ഇത് ആത്മാവിൽ കണ്ട് പ്രവചിച്ചു. അതാ ഹാനോക്കിന്റെ പ്രവചനം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് പ്രസംഗം നടത്തുക. ഈ ഹാനോക്കിന്റെ സമകാലികനായിരുന്നു ലാമേക്ക്. ലാമേക്കിനെ പറ്റി വായിക്കുന്നത് അയാൾ 7ാമനാ. അത് കയ്യിന്റെ സന്തതിയാ. കയ്യിൽ ഹാനോക്ക്, ഈരാദ്, മധൂശയേൽ, ലാമേക്ക്. അത് ഗുണപ്പെടാത്തതാ. കയ്യും ദുഷ്ടനെന്നുള്ള യോഹന്നാൻ 3:12. 7ാമൻ ഹാനോക്ക് വിഷയത്തിൻ്റെതാ. ഗുണമുള്ളവനും ഗുണമില്ലാത്തവനും. അപ്പൊ ഈ ലാമേക്ക് അവനെ പറ്റി വായിക്കുന്നത് അവന് 2 ഭാര്യമാരെന്നാ. അങ്ങനല്ലേ എഴുതിയേക്കെ. ലാമയ്ക്ക് 2 ഭാര്യമാരെ എടുത്തെന്ന ആ 4ാം അധ്യായത്തിന്റെ 19 അല്ലേ, 4:19 ഉൽപ്പത്തി 4:19 ഇടത്ത് വശത്ത് മേളി വായില്. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ആയിക്കോട്ടെ, നിർത്ത്. അല്ല, അവിടെ എനിക്ക് എടുത്ത കാര്യം പറയാം. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാൻ പ്രസംഗിച്ചു വന്നപ്പോ ഒരു ഫ്രണ്ട് ഇരുന്ന ചെറുക്കൻ ചോദിക്കുന്നു, എടുത്തോ? 2 ഭാര്യമാരെ എടുത്തെന്ന് കേട്ടപ്പോ അവൻ ഓർത്ത് 2 പെണ്ണുങ്ങളെ കൂടെ. പിന്നെ അവന് ഞാൻ ക്ലിയർ ആക്കും, എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ 2നെയും കൂടെ എടുത്തെന്നല്ല, അവൻ 2 കെട്ടിയെന്നോ. 2 ഭാര്യമാരെ വിവാഹം ചെയ്തു. ഒരുത്തിക്ക് ആദയെന്നും മറ്റവക്ക് സില്ല. ആദയും പ്രസവിച്ചു. ആദായുടെ മക്കള് യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. അവന്റെ ബ്രദർ യൂബാൽ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് തലതോട്ടവനായിരുന്നു. സില്ല തൂവൽ കയ്യിനെ പ്രസവിച്ചു. അടുത്ത അവൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും എല്ലാം ആയുധം തീർക്കുന്നവന്. പിന്നെ ഇളയൊരു കൊച്ചുണ്ട് നയമ. അപ്പൊ എന്നിട്ട് ഈ പുള്ളി ഈ ഹാനോക്ക് ദൈവം അങ്ങ് എടുത്തില്ലേ? ദൈവം അങ്ങ് എടുത്തു. 365 ദൈവത്തോട് കൂടെ 300 കൊല്ലം. വലിയ കാര്യമാണ്.
300 കൊല്ലം ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു. ഒരു സുപ്രഭാതത്തിൽ കർത്താവ് ഇങ്ങോട്ട് വന്നേച്ച് പറയാ, ആരോക്കെ ഓ നീ ഇപ്പൊ എത്ര കൊല്ലമായി എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ 300 കൊല്ലമായി. ആ ഒരു കാര്യം ചെയ്യും, ഇനി നടക്കണ്ട, അയ്യോ പിന്നെ എടുക്കുക. ദൈവം അവനെ, ഇത് ഉൽപ്രേമണം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് നിഴലാ, എടുത്തു. ഇനി മറുവശം, ഈ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അതിനാ കാരണം ഹാനോക്ക് മരണം കാണാതെ എടുത്തു, മരണം കണ്ടില്ല. അതിന് കാരണം പറയാം. ഒരു കാരണം, ഈ ലാമക്ക് ഭാര്യമാരോട് വീരസ്യം പറഞ്ഞു. എന്തുവാ വീരസ്യം? ലാമക്ക് തന്റെ ഭാര്യമാരോട് വായില് ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേടാനും കേൾക്കാനില്ല, അതുകൊണ്ടായിരിക്കാം. നിങ്ങളെങ്കിലും എന്റെ വാക്ക് പിന്നെ എന്റെ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിനടുത്തത്, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ എനിക്കൊരുത്തൻ മുറിവുണ്ടാക്കി, എനിക്കൊരുത്തൻ പരിക്കുണ്ടാക്കി. അത് മറ്റാരുമല്ല, ഹാനോക്ക്. അതങ്ങനെ അത് പറയാം. ഇവൻ 2 ഭാര്യമാര്, ആദയും സില്ലയും, 4 പിള്ളേര്, യാവാല്, യൂവാല്, തൂബക്കയിൻ, പെങ്ങള്, നയമ. പിള്ളേര് ഭയങ്കര കഴിവുള്ളവൾ, അസാധ്യ കഴിവാ. എങ്ങനെ കഴിവ്? അയ്യോ, ഒരുത്തം കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും എന്ന് പറഞ്ഞ് ഇവൻ ടെന്റ് മേക്കറാ. ആരാ? ലാമക്കിന്റെ മൂത്ത മകൻ കൂടാരവാസി എന്നല്ലേ അടിച്ചേക്കുന്നത്? അതാ ടെന്റ് മേക്കർ. തെറ്റിയോ? ഇവൻ ടെന്റ് അടിച്ച കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കാണ് 40 അടി 60 അടി നീളോ 30 അടി വീതിക്ക് ഒരു ഹോള്, ജാതം പെടാത്തൊരു തള്ളേ, തോത്രം പെടാത്തൊരു വല്യപ്പനും. ഒരു വശം പൊട്ടിയ നമ്പറിട്ട് കമത്തിട്ട് നമ്മൾ തീ കത്തിക്കാം. ഇതെന്താ കത്തുകയില്ല, തള്ളയോട്ട് ബലപ്പെടുകയില്ല. അന്നേരം അവൻ അപ്പുറം കൊട്ടാരക്കരയിലും കോഴിക്കോട്ടും കോയമ്പത്തൂരും ടെന്റ് അടിച്ച്, മനസ്സിലാകുന്നില്ലേ? ഭയങ്കര ആള് ടെന്റ് മേക്കർ, ഭയങ്കര കഴിവാ പിള്ളേർക്ക്. അത് യാവാല്, അവന്റെ ബ്രദർ യൂവാല്. യൂവാൻ അവനാണെങ്കിൽ കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് അസാധ്യമായിട്ട്. ഇവരൊക്കെ പിന്നെ മര്യാദ ഒരെണ്ണം വെച്ചോളൂ, ചെല്ലുന്ന 4 5 വെച്ചു. ഭയങ്കര കഴിവാ, ഭയങ്കര കഴിവാ. അല്ല, അംഗീകരിക്കണം. അസാധ്യ കഴിവാ ആണെന്നും. കിന്നരവും വേണുവും പ്രയോഗിക്കുന്നത്. വേണു നമ്മുടെ അപ്പുറത്തെ അല്ല. ഭയങ്കര കഴിവാ. പിന്നെ സില്ലായിയുടെ മകനാണ് തൂവൽക്കൈൻ. അവന്റെ കഴിവ് ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും അവൻ ഗുണ്ടായിസം, ഇടികത്താൻ, നെഞ്ചക്ക്, വടിവാള്, നാടൻ ബോംബ്, മുളകോടി പ്രയോഗം, ട്യൂബ്ലൈറ്റ്, ബൾബ്, മലപ്പുറം കത്തി, കൊടുവാള്, ചുരിക. ഭയങ്കര കഴിവാ പിള്ളേർക്ക്. അപ്പൊ ഈ ലാമക്ക് ഭാര്യമാരോട് പറയാ, എനിക്ക് മുറിവ് വരുത്തി ഒരുത്തനുണ്ട്, അവനെ ഞാൻ കൊല്ലും. മുറിവ് വരുത്തിയത് മറ്റാരുമല്ല, ഹാനോക്ക്. ഹാനോക്ക് ശുശ്രൂഷിച്ചു, പ്രവചിച്ചു. എന്തുവാ പ്രവചിച്ചത്? അത് യൂദാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മുതൽ 7 ഹാനോക്ക് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിക്കും. ലാമക്കെ നിന്നെ വിധിക്കും, ഉണ്ടായിസം കാണിക്കുന്നവനെ നിന്നെ ദൈവം വിധിക്കും, ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധമുണ്ടാക്കുന്ന നിന്നെ ദൈവം വിധിക്കും, സഭയ്ക്കകത്ത് അടി ഉണ്ടാക്കുന്ന നിന്നെ ദൈവം വിധിക്കും, സ്തോത്രം, സഭയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന നിന്നെ ദൈവം വിധിക്കും, 2 3 ഭാര്യമാരുള്ള നിന്നെ ദൈവം വിധിക്കും. സ്തോത്രം.
കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല അപ്പൊ ഇതെല്ലാം കൊണ്ട് തെളിച്ചു പറഞ്ഞപ്പോൾ ലാമക്കിന് മുറിവുണ്ടായി, ഇവന് ഹൃദയത്തിന് കുത്തുണ്ടായി. അപ്പൊ കുത്തുണ്ടായി അനുദപിച്ചതല്ല. ഇവൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചവനെ ഞാൻ കൊല്ലും, ഹാനോക്കിനെ കൊല്ലുമെന്ന്. അത് സ്വർഗം അങ്ങ് കേട്ടു, ഹാനോക്ക് കേട്ടില്ല. അത് ഇവൻ പെമ്പളമാരോടാ പറഞ്ഞ കൊല്ലുമെന്ന്, സ്വർഗം കേട്ടു. കൊല്ലാനായിട്ട് പിള്ളേർക്ക് കഴിവുള്ള പിള്ളേരാ, അവന്റെ ഇരുമ്പും ചെമ്പിന്റെ ആയുധമൊക്കെ ഉണ്ട്. അപ്പോൾ ഹാനോക്കിനെ കൊല്ലാൻ ലാമക്ക് ഇങ്ങനെ തക്ക നടന്നപ്പോ തമ്പുരാൻ അവന്റെ വെറുതെ വിടുമോ? തമ്പുരാൻ ഒരു സുപ്രഭാതത്തിൽ വന്നേച്ച് പറഞ്ഞു, മോനെ ഹാനോക്ക്, ഓ നീ ഇപ്പൊ എത്ര കൊല്ലമായി എന്റെ കൂടെ നടക്കുന്നത്? 300 കൊല്ലം. ഒരു കാര്യം ചെയ്തോ, ഇനി നീ നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. എഴുതിയിട്ടില്ലെങ്കിലും മൗനമായി പഠിച്ചാൽ അതിന്റെ ആശയമത, ഒരുത്തൻ നിന്നെ കൊല്ലാനിരിക്കുക, ഇരുമ്പിന്റെ ചെമ്പിന്റെ ആയുധമൊക്കെ തീർത്തു വെക്കുന്നുണ്ട്, നിന്നെ അവൻ കൊല്ലാനിരിക്കുക. പക്ഷെ അവന്റെ കയ്യിൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല, കാരണം നീ എന്റെ കൂടെ നടന്നവനാ. ഈ ദുഷ്ടലോകത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ ദൈവ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. നിന്റെ സന്തതിയെ ദൈവ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്.